അവക്ക് കാല് പാടില്ല. ആ കാല് വെച്ചിട്ട് അവൾ എങ്ങനെ പോകും? മക്കളെ ഇപ്പൊ ഒരു 2-3 ദിവസം കൂടെ ഉണ്ടല്ലോ പോകാൻ, അപ്പോഴത്തേക്ക് കാല് ശരിയാവുമായിരിക്കും അല്ലേ അല്ലേ? അപ്പം ഇവർക്കൊന്നും ഇഷ്ടമല്ല. അത് ഇവളെന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് വിടണ എന്തിനാന്ന്. ചേച്ചി ഇത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞോണ്ടാ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്ത് കുഴപ്പം അവള് പോണേന്? അമ്മാവൻ എന്നോട് അമ്മാവൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്. അത് ശരി, നിങ്ങളെല്ലാവരും അവിടെ വിടില്ല പറഞ്ഞോണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു. അല്ലാണ്ട് ആ കുട്ടി പോണേ ഈ അമ്മാവൻ സ്വഭാവം കാണിക്കരുത്. അമ്മാവൻ നാളെ പറഞ്ഞിട്ടില്ല അമ്മാവൻ പ്രായപൂർത്തിയായ പിള്ളേരെ ഒറ്റയ്ക്ക് വിടരുതെന്ന്. എടി പ്രായപൂർത്തിയായ പെൺപിള്ളേരെ ഒറ്റയ്ക്ക് വിടരുത് എന്നാ പറഞ്ഞ്. ഇതിപ്പോ ഇവളുടെ കൂട്ടുകാരത്തി രണ്ടാളും അവരുടെ അച്ഛനും അമ്മയൊക്കെ അല്ലേ, ഒരു കുടുംബത്തിന്റെ കൂടെ ഈ കുട്ടി പോണേ എന്താ കുഴപ്പം? അമ്മാവൻ അല്ല, ആ കുട്ടിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വിടണം. അപ്പൊ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലേ? അതാ ഇവിടുത്തെ വലിയ പ്രശ്നം. ആർക്കും പ്രശ്നമില്ലാത്തതാ ഇവിടുത്തെ വലിയ പ്രശ്നം. അവള് പോണോങ്കിൽ പൊക്കോട്ടെ, പക്ഷെ അതല്ല അവളുടെ ഈ വാശിയില്ലേ. ഇനി തങ്കത്തിന്റെ വാഗോണ്ട് അവളോട് ഭക്ഷണം കഴിക്കാൻ പറയൂ. നോക്കി ആ കുട്ടി ഒരു ശേഖരം വിശപ്പ് താങ്ങാത്ത കുട്ടിയാണത്. താങ്ങാഞ്ഞിട്ട് അവളവിടെ ഇരിക്കുന്നത്. ഒന്നിനൊരു ചൂടില്ല. ഇരുത്തി പുന്നാരിപ്പിക്കുക. അവളിപ്പോ കഴിക്കും. കാണാം, അവളിപ്പോ കഴിക്കുകയും ചെയ്യും. അമ്മക്ക് ഇത്രയൊന്നും വലിയ വാശി പാടില്ല. കൊച്ചാ അത്. ഞാൻ ഒന്ന് പോമേ വന്നു. എന്തിന് ഇവിടെ വന്നിരിക്കുവാണോ? നിന്റെ അടുത്ത് മാവിന്റെ ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു? അമ്മ വരുന്ന മുമ്പ് കഴിക്കാം. എവിടെ പോയിരുന്നു? എന്റെ മൊത്തത്തിൽ വേടിച്ചാറ കണ്ണിപ്പെടാതെ വരണ്ടേ? എനിക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ചിക്കൻ ബിരിയാണി. ഞാൻ എത്ര നേരം കൊണ്ട് കൈ എഴുതിയിരിക്കണമെന്നു. സമരം പിടിച്ചോണ്ട് വല്ല ഗുണമുണ്ടായോ? എന്റെ അമ്മ ജാടത്തങ്ക സമ്മതിച്ചോ നീ മൂന്നാർ പോവാന്? സമ്മതിച്ചില്ല, പക്ഷെ ഉടനെ സമ്മതിക്കും. പൊന്നുമോളെ, എൻ്റെ ഐഡിയ കൊണ്ടാണ് ചെയ്തതെന്ന് യാതൊരു കാരണവശാലും നീ പറയരുത്. അറിയാമല്ലോ, 2 കൂട്ടർ തന്നെ കെട്ടിത്തൂക്കും. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ പിടിച്ചിട്ട് വന്നു. വിശന്ന് കഴിക്ക. എന്ത് കഴിക്കുക? വെള്ളം അതിൻ്റെ ഇവിടെ ഉണ്ടോ? ഓക്കെ. അവിടെ പരിപാടി അല്ല, അവള് അവിടെ ഇങ്ങനെ ഞാനേ ഇവള് രാവിലെ തൊട്ട് പട്ടിണിയായോണ്ടേ എവിടെയെങ്കിലും ബോധം കെട്ട് കിടക്കുന്നുണ്ടോന്നറിയാൻ ഞാൻ വന്നപ്പോൾ അവള് ചിക്കൻ ബിരിയാണി കഴിക്കുന്നത്. ബിരിയാണി കഴിച്ചോണ്ടിരിക്കും. ബിരിയാണി തന്നെ പൊട്ടിമുളച്ചുണ്ടായതാണ് അവിടെ. അല്ലാതെ നേരത്തെ ഒരുത്ത ഇങ്ങനെ ഒരു കവറിൽ ഇങ്ങനെ ആരും കാണാണ്ട് ഒരു സാധനം പിടിച്ചിങ്ങനെ വരുന്നുണ്ടല്ലോ, കണ്ടായിരുന്നല്ലേ? അത് അത് ശരി. അപ്പൊ നീ അവള് വിശന്ന് എനിക്ക് സഹിക്കും. നീ ആയിരുന്നു നിന്റെ പിന്നിലല്ലേ? തങ്കച്ചേട്ടത്തി നമ്മുടെ കുഞ്ഞല്ലേ, അവളുടെ ഒരാഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം. ആകെ ഒരു മോളേ ഉള്ളൂ, അവള് ടൂറിന് പോയിട്ട് വരട്ടെ. പാവല്ലേ? അവള് പോണേനൊന്നും ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. ഇത്രയും കള്ളത്തരം കാണിച്ചിട്ട് ഇനി ഇവള് പോണ്ടേ? അങ്ങനെ മേടിച്ചു വന്നോണ്ടാ ഞാൻ കഴിച്ചില്ലെങ്കിൽ കഴിക്കൂലായിരുന്നു. ആ ഒറ്റക്കാലം ഇന്ന് മേടിച്ചോണ്ട് വാ മാമ, മേടിച്ചോണ്ട് വാ മാമ എന്ന് പറഞ്ഞോണ്ട് പൊളിഞ്ഞ്. ചേട്ടത്തി നമ്മുടെ കുഞ്ഞല്ലേ, അവളെ വീട് അറിയാവോ? ക്ലീറ്റോ ചേട്ടനും ഞാനും പണ്ട് ഊട്ടി പോണോന്ന് പറഞ്ഞപ്പോ ചട്ടി എടുത്ത് കാണിച്ച എന്റെ അപ്പച്ചൻ. അതൊക്കെ ഒരു കാലം. പിന്നെ മക്കള് പോയിക്കോ. പിന്നെ വിടൂലെന്ന് പറഞ്ഞതിന് ചുമ്മാ പറഞ്ഞതല്ലേ. ഈ മക്കള് പോകുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. സീരിയസ് ആയിട്ടാ? അത് തിന്നിട്ട് പോകും. ഇപ്പൊ അത് അവിടെ തിന്ന് കളയാതെ എന്നിട്ട് പോയാ പോലെ. കുറച്ച് വെള്ളം എടുത്തു തരൂ. എന്റെ കാലിന് ഒരു കുഴപ്പമില്ല, തനിയെ പോയി എടുത്ത് കുടിക്കുമ്പോ. അയ്യോ, കാല് വേദനയുണ്ട്. ഞാൻ അവിടെ അമ്മ എടുത്തു തരാം. കള്ളി കാല് വേദനയുണ്ട്.